ഈ ഒരു സർജറി കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്തത്. അതും അതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. കാരണം ഇതൊരു നൂതനമായ ചികിത്സാ രീതിയാണ്. ഇന്ത്യയിൽ തന്നെ അത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കേരളത്തിൽ ഇത് ഫസ്റ്റായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ നമുക്ക് വളരെ ചാരിതാർത്ഥ്യവും അഭിമാനമുണ്ട്. ഈ ഓൾറെഡി പറഞ്ഞ മാതിരി തന്നെ ഈ പേഷ്യൻ്റ് നട്ടിൽ പരിക്ക് പറ്റിയിട്ട് നട്ടിൻ്റെ അകത്ത് സുഷുമ്ന നാഡി അല്ലെങ്കിൽ സ്പൈനൽ കോർഡ് അതിന് ശക്തമായ ഡാമേജ് വന്നിട്ട് പേഷ്യൻ്റ് സ്വന്തമായിട്ട് ശ്വാസം വലിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലായിരുന്നില്ല. കാരണം നമുക്ക് ശ്വാസം വലിക്കാൻ നമ്മുടെ പ്രധാനപ്പെട്ടൊരു മസിലുണ്ട്, ഡയഫ്രം എന്ന് പറയും. അതിലേക്കുള്ള ബ്രെയിനിൽ നിന്ന് ഡയഫ്രത്തിലേക്കുള്ള നെർവ് സപ്ലൈ ഇത്തരം സ്പൈനൽ കോർഡ് ഇഞ്ചറിൽ ഡാമേജ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിൽ ഘടിപ്പിക്കേണ്ട അവസ്ഥ പലപ്പോഴും വരാറ്. പലപ്പോഴും ചില പേഷ്യൻ്റ് ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് വെന്റിലേറ്ററിൽ വിടിയിക്കാൻ നമുക്ക് പറ്റും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കേസിൽ നമുക്കത് പറ്റിയിരുന്നില്ല. കാരണം സ്പൈനൽ കോർഡ് ഇഞ്ചറി വളരെ മുകളിലായിരുന്നു, വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നേക്കാവുന്നൊരു കേസായിരുന്നു. താരതമ്യേന പ്രായം കുറഞ്ഞ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഗുണനിലവാരം അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലും പേഷ്യൻ്റ് ഒന്ന് സംസാരിക്കണമെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഈവൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോകണമെങ്കിൽ കൂടി നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയേ പറ്റും, അല്ലെങ്കിൽ വിടിച്ചേ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ഈ ഒരു നൂതന ചികിത്സാ രീതിയാണ് നമ്മൾ ശ്രമിച്ചത്. ഇവിടെ നമ്മൾ ചെയ്തത് ഫ്രെനിക്നോ പേസിംഗ് എന്നൊരു ചികിത്സാ രീതിയാണ്. അതായത് നമ്മളൊരു തലച്ചോറിൻ്റെ ഇമ്പൾസ് മാതിരി തന്നെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇമ്പൾസ്, ഒരു പ്രത്യേക മെഷീനാണ് അത്, പൾസ് ജനറേറ്റർ എന്ന് പറയും. അത് നമ്മൾ ഈ ഫ്രെനിക് നെർവിലേക്ക് ഘടിപ്പിക്കും. അതുവഴി ഇമ്പൾസ്, കൃത്യമായിട്ടുണ്ടായ ഇമ്പൾസ് ഓരോ ശ്വാസം വലിക്കുന്ന മാതിരി തന്നെ ഡയഫ്രത്തിലേക്ക് കൊടുക്കുകയും അതുവഴി ഡയഫ്രത്തിൻ്റെ പ്രവർത്തനം വീണ്ടും കിട്ടുകയും പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് ശ്വാസം വലിക്കാനും പറ്റി. ഓപ്പറേഷൻ അന്ന് തന്നെ നമുക്ക് ഈ പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിൽ വിടിയിക്കാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ ആശ്വാസം. പേഷ്യൻ്റ് ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെ ശ്വാസം വലിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. ഇനി നെക്സ്റ്റ് ഫേസായിട്ട് നമുക്ക് പതുക്കെ പേഷ്യനെ ഡിസൈഡ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകണം, റീഹാബിലിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത്തരം ഒരു പണ്ടൊന്നും ഇത്ര ഒരു നൂതന ചികിത്സാ രീതിയിലെത്തുകൊണ്ട് തന്നെ പേഷ്യൻ്റെ ജീവിതകാലം മുഴുവൻ വെന്റിലേറ്ററിൽ കിടക്കേണ്ട ഒരു ദാരുണമായൊരു അവസ്ഥയായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ ഈ ഒരു പ്രൊസീജിയർ വഴി നമുക്ക് ചെയ്യാൻ പറ്റി. ഇത്തരം ഡിസർവിംഗ് ആയിട്ടുള്ള കുറേയധികം പേഷ്യൻ്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ചികിത്സ രീതി നമ്മൾ ചെയ്യുന്നുള്ളൊരു മെസ്സേജ് എല്ലായിടോ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി നമ്മൾ പ്രസ് മീറ്റിങ്ങിൽ ഉണ്ട്. ബേസിക്കലി നമ്മൾ ഹാർട്ടിൻ്റെ പേസ് മേക്കർ താളം തെറ്റുമ്പോൾ ഹാർട്ടിൽ നമ്മളൊരു പേസ് മേക്കർ ഘടിപ്പിക്കും. അത് ഹാർട്ടിനെ പേസ് ചെയ്യും. ഹാർട്ടിൻ്റെ ആ റിതത്തിനകത്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരും. ആ ഡയഫ്രത്തിൻ്റെ സപ്ലൈ ചെയ്യുന്ന നെർവാണ് ഈ ഫ്രെനിക് നെർവ് എന്ന് പറയുന്നത്. ആ ഫ്രെനിക് നെർവിലേക്ക് നമ്മളൊരു ചിപ്പ് പോലത്തെ സാധനം വെച്ച് ഒരു